ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കമീസ് മുഷയത്തിലെ കോഴിച്ചന്തയിലാണ് നിൽക്കുന്നത്. വരൂ. നല്ല ഇനം നാടൻ കോഴികളും ബ്രോയിലർ കോഴികളും ഗിരിരാജൻ കോഴികളും എല്ലാ കോഴികളും ഇവിടെ ഉണ്ട്. പോര് കോഴികൾ കണ്ട, വെറൈറ്റി പോര് കോഴികൾ വരെ ഉണ്ട്. ഇനി നമുക്ക് പ്രാവിന്റെ സെക്ഷനിലോട്ട് പോകാം. അടിപൊളി പ്രാവുകളുണ്ട്, പല ഇനം പ്രാവുകളാണ്. നമുക്ക് പക്ഷിയിനങ്ങളിൽ ഒരുപാടുണ്ട് കാണാൻ, നമുക്ക് വഴിയെ കാണാം. അപ്പോ നമുക്ക് കോഴികൾ പല ഇനം നാടൻ കോഴികള്, മുട്ടക്കോഴികള് എന്ന് വേണ്ട സകലവാനം കോഴികളും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, പല പല വെറൈറ്റി കോഴികളും നമുക്ക് ഇവിടെ സുലഭമായി കിട്ടുന്നതാണ്. കമീസ് മുഷയത്തിലെ കോഴിച്ചന്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഇനം മുയലുകളാണ് കണ്ടോ, വലിയ സൈസ് മുയല്, അതേപോലെ തന്നെ വലിയ താറാവുകള്, വെള്ളയും കറുപ്പുമായ ടർക്കി കോഴികൾ വരെ ഉണ്ട്. ഇതാണ് ചന്ത. അതെ, നോക്ക്, മയില്. സൗദി അറേബ്യയിലും മയിലോ, അടിപൊളി സംഭവം തന്നെ കേട്ടോ. വെറൈറ്റി ഒരു സൂപ്പർ മയില്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇവിടെ വെറൈറ്റികളുണ്ട്. ഇവിടെ പക്ഷികളുടെ സെക്ഷനാണ്. ലവ് ബേഴ്സ് എന്ന് വേണ്ട എല്ലാ വെറൈറ്റി ലവ് ബേഴ്സുകളും ഇവിടെ ഉണ്ട്. പല രാജ്യത്തു നിന്നുള്ള തത്ത, നല്ല ഇനം മത്തൻ കോഴിയാണ് ഈ കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നാടൻ തത്ത, വേറെ പല രാജ്യത്തുള്ള തത്തകളുണ്ട്. അപ്പോൾ നമുക്ക് പല ഇനം ലവ് ബേഴ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, വെറൈറ്റി ലവ് ബേഴ്സുകൾ. അതേണ്ട, മഞ്ഞത്തത്ത, പച്ചത്തത്ത, വെള്ളത്തത്ത, ഈ 3 ഐറ്റം തത്തകളുണ്ട്. അത് നല്ല ഇണക്കമുള്ള തത്തയാണ് വെള്ളത്തത്ത കേട്ടോ. അവൻ എൻ്റെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് തന്നു. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, പറക്കത്തില്ല, അത് കടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞാനിങ്ങനെ കാണിക്കും. എൻ്റെ സുഹൃത്ത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. മറ്റേ ആൾ നിന്ന് ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോണ്ട് തൊട്ടടുത്തൊരാൾ നിൽക്കുമായിരുന്നു. അവൻ അങ്ങോട്ട് വിളിക്കുക, ഞാൻ വാ എന്നും പറഞ്ഞു. കണ്ടോ, അവൻ വിളിക്കുക പറഞ്ഞ്, ഇതാണ് എൻ്റെ കാടക്കോഴികൾ, നിങ്ങൾ ഇതിനെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതും പിടിച്ചു. അവന് ഭയങ്കര സന്തോഷമായി. നാടൻ കോഴി മുട്ടയാണ് ഇരിക്കുന്നത്. അടുത്തത് പ്രാവുകളാണ്. കണ്ടോ, പല ഇനം പ്രാവുകൾ, മുമ്പ് കണ്ടതിലും വേറെ വെറൈറ്റികൾ. നമ്മുടെ ഗിരിരാജൻ മുട്ടൻ പൂവൻകോഴികളാണ്. ബ്രോയിലർ കോഴി, വലിയ സൈസുള്ള കോഴിയാണ് ഈ കിടക്കുന്നത്. അടുത്ത ഐറ്റമാണ് നിങ്ങൾ കാണേണ്ടത്. കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗിനിപ്പന്നിയാണ് ഈ കിടക്കുന്നത്. ഒരുപാടുണ്ടായിരുന്നു. നല്ല മുന്തിയ ഇനം പട്ടിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ടർക്കി കോഴികളുണ്ട്, പല ഇനം ടർക്കി കോഴികളാണ്. അപ്പോൾ എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ്. നല്ല ഇനം താറാക്കുഞ്ഞുങ്ങളാണ് കാണുന്നത്. അതിന് വെള്ളവും തീറ്റയൊക്കെ കൊടുക്കുകയാണ്. ഇവിടെ ചൂട് കൂടുതലുള്ളതിനാൽ നമ്മുടെ നാട്ടിലെ കീരിക്കോഴി, ഗിരിരാജൻ, പല ഇനം വെറൈറ്റി കോഴികൾ എന്ന് വേണ്ട സകലമാന ഐറ്റംസും ഇവിടെ ഉണ്ട്. തനി നാടൻ കോഴിയാണിത്. നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളാണ്, നല്ല വെറൈറ്റി പൂച്ചക്കുഞ്ഞുങ്ങൾ. കോഴി വീണ്ടും നാടൻ കോഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. കുഞ്ഞു കോഴികൾ അടക്കമുണ്ട്. അങ്ങനെ താറാവുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മലയാളി സുഹൃത്തിനെ കണ്ടു. ഇതെന്തോലെയാണ് ആ കോഴി? 100 റിയാല. അത് എന്നോടെന്നറിയാമോ? എങ്ങനെ? ബ്രഹ്മ. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നല്ല അറിയാമോ? അറിയില്ല അല്ലേ ഈ കോഴിയുടെ പേര്? അങ്ങനെ ഞങ്ങൾ 3 പേരും കോഴിയൊക്കെ മേടിച്ച് ഇനി റൂമിലോട്ട് പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങൾ. ഇനി നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കിച്ചൺ ലാബിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ, അവിടുത്തെ ദൃശ്യം കാണാം. ഞങ്ങൾ കരുതി വെച്ചിരുന്ന വെള്ളം തിളച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോഴി ഈ തിളച്ച വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ മുക്കുകയാണ്. നിങ്ങളെ കാണിക്കാം. കണ്ടോ, നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഈ കോഴി ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് കേട്ടോ. 2 സൈഡും മുങ്ങി വരണം, നല്ലതുപോലെ മുങ്ങി വരണം. അടുത്ത 2ാമത്തെ കോഴിയും ഞങ്ങൾ ഈ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. കണ്ടോ, ഇതിന്റെ ആവി പറക്കുന്നുണ്ടോ? എത്രയും നല്ല തിളവ് വേണം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഈ കോഴിയുടെ തൂവൽ ഇതേപോലെ എടുത്തു മാറ്റാൻ കഴിയും. നമ്മളെല്ലാ മലയാളികൾക്കും അറിയാം, പക്ഷെ എന്നാലും കുറച്ചു പേർക്ക് ഇത് അറിയത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വ്യക്തമായി ഈ വീഡിയോ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ കണ്ടോ, നാടൻ കോഴി ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കണ്ട, ഇത്രയും ഈസി ആയിട്ട് 2 കോഴി മിനിറ്റിനകം നമ്മൾ ഇതിന്റെ തൂവൽ കളഞ്ഞുകൊണ്ടോ നല്ലതുപോലെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ കോഴി നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നിങ്ങളും ഞങ്ങൾക്ക് കാണിച്ചതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, അടിപൊളിയായിരിക്കുമെന്ന്. ഞങ്ങൾ ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് ഈ കോഴിയുടെ നൈസ് രോമങ്ങൾ ചുട്ടെടുക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല ആ രോമം, അതുകൊണ്ടാണ് നമ്മൾ ഈ തീയിൽ വെച്ച് ഒന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. ആ ഇറച്ചിയും സ്കിന്നുമായിട്ട് അങ്ങ് വെന്ത് ഉരുവി ചേരും. അതാണ് ഈ നാടൻ കോഴി ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യുന്ന രീതിയും കൂടെ കാണിക്കുകയാണ്. അതായത് ഇതേപോലെ സെന്റർ ഭാഗം എടുത്തൊന്ന് കട്ട് ചെയ്തതിനു ശേഷം രണ്ടായിട്ട് വലിച്ച് കീറി എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഈസി ആയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിക്കാം. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഇതേപോലെ വലിച്ചെടുത്താൽ കഴുത്തിന്റെ അവിടം വരെ വരും. അപ്പൊ ഇനി അടുത്ത കോഴി ഒന്നും കൂടെ കാണിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതേപോലെ സെന്റർ ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് വലിച്ച് ഇങ്ങനെ മാറ്റുകയാണ്. അതിനുശേഷം ബാക്ക് ഭാഗത്തു നിന്നുള്ള കുടല് വലിക്കുന്നത് കണ്ടു. ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ വലിച്ചെടുത്താൽ കഴുത്തിന്റെ അവിടെ നിന്നുള്ളത് വരും. അപ്പൊ നമ്മളെ സുഹൃത്ത് അറഞ്ചൻ പുറഞ്ചൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്ത് തുടങ്ങി. അതിന് ഇനി ചെറു കത്തി വെച്ച് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഇതേപോലെ വലിയ കത്തി വെച്ച് വെട്ടിയെടുത്തതിന് ശേഷം ചെറിയ കത്തി വെച്ച് അരിഞ്ഞെടുക്കുകയാണ്. അറഞ്ചൻ പുറഞ്ചൻ വീണ്ടും വെട്ടിത്തള്ളുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഒരു ഇഷ്ടമാണല്ലോ കോഴിയുടെ ഇറച്ചിയുടെ വലിപ്പവും സൈസും ഒക്കെ. ആ രീതിക്ക് വെട്ടിയെടുക്കുക. ഏത് കറിക്കാണോ ആ രീതിക്ക് നമുക്ക് വെട്ടിയെടുക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് ഒരു നാടൻ സ്റ്റൈലില് കോഴിക്കറി വെക്കാനാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പൊ കണ്ട കോഴി റെഡി ആയി കഴിഞ്ഞു. ആദ്യമായിട്ട് കപ്പ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അതിനൊരല്പം യെല്ലോ പൗഡറും ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഒരു 3 പിസിലടിക്കാം. കപ്പയുടെ പരുവം നോക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ കപ്പയ്ക്ക്, ഇന്നത്തെ കപ്പയ്ക്ക് 3 പിസിൽ മതി. അതാ കപ്പ റെഡിയായി കഴിഞ്ഞു. ഈ വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ തല്ലി വെച്ചിരുന്ന ചെറിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കറുവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഇന്നത്തെ കോഴിക്കറിക്ക്. അപ്പൊ നമ്മുടെ ബക്കാലയിലുള്ള സുഹൃത്താണ് വന്ന് നോക്കുന്നത്, എന്ത് പരുവായെന്ന് നോക്കിയാണ്. പുള്ളി ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതുകൊണ്ട് പോയി. തയ്യാറാക്കി വെച്ചിരുന്ന കോഴി നമ്മൾ കുക്കറിലോട്ട് ഇടുകയാണ്. ഇനി നമ്മുടെ തല്ലി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒരല്പം ഇടാം, ഒരല്പം സവാള ഇടാം. അതിനുശേഷം നമ്മൾ ഉണക്കി പൊടിച്ച കുരുമുളകാണ് 1 ടേബിൾ സ്പൂൺ ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഏത് ഓയിൽ ഒഴിച്ചാലും മതി. നമ്മളിവിടെ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഒരല്പം യെല്ലോ പൗഡറും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം കുക്കറിൽ വേവിക്കുമ്പോൾ ഒരല്പം പോലും വെള്ളം ഒഴിക്കരുത്. തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റൗവില് വെക്കുകയാണ്. ഈ കുക്കർ വെച്ച് നല്ലപോലെ അടച്ച് ഒരു 3-4 പിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ പിസിൽ വന്നു കഴിഞ്ഞു. അപ്പോ നമ്മുടെ ചട്ടി ചൂടായി. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരല്പം മതിയാവും. ഓയിൽ ചൂടായതിനു ശേഷം ഒരല്പം ഉലുവയിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇടുകയാണ്. നമുക്കൊരു 2-2.5 കിലോ ഇറച്ചി വരും. അപ്പൊ അതിന് വേണ്ട സവോളയാണ് ഞങ്ങൾ ഇടുന്നത്. ഒരല്പം ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുകയാണ്. നമ്മൾ തല്ലി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇതിന് ഇടുകയാണ്. ഒരു 2.5 കിലോ ഇറച്ചിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. ഒരല്പം കറിവേപ്പിലയും ഒരല്പം പച്ചമുളകും കൂടെ ഇടുകയാണ്. അപ്പോ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്കൊരു അടപ്പെടുത്ത് അടയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വേവും. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർക്കണം. നമുക്ക് ആവശ്യത്തിന് മതി നോക്കി ചെയ്യുക. തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ സാധാ മല്ലിപ്പൊടിയാണ് പൊടിച്ചു വെച്ചിരുന്നത്.
നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഒരല്പം യെല്ലോ പൗഡറും കൂടെ ചേർക്കണം. എന്നിട്ട് മൂന്നും കൂടി അങ്ങോട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. നമ്മൾ വേറെ ഒരു പൗഡറും ഇവിടെ ചേർക്കാറില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ഓരോരുത്തർ പോയി വരുമ്പോൾ മല്ലിയും മുളകും മഞ്ഞളും എല്ലാം കൊണ്ടുവരും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് നമ്മുടെ ഉരലിലിട്ടൊന്ന് ഇടിച്ച് പദമാക്കി എടുത്ത് ഇതിലോട്ട് തട്ടുകയാണ്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് നല്ലപോലെ ഒന്ന് സെറ്റായി വരുമ്പോ നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇടുകയാണ്. അപ്പൊ നമ്മൾ ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ചിക്കനിൽ വെള്ളം ഊറി വരും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത്രയും വെള്ളമുണ്ട് കണ്ടോ, എന്നിട്ട് പോലും. അപ്പൊ നമുക്ക് ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഉപ്പൊന്ന് നോക്കട്ടെ. കൊള്ളാം. ഇന്നത്തെ കുക്കിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ അനുജനാണ്. അപ്പൊ ഒരല്പം വെള്ളം ഒഴിക്കുകയാണ്. ഇത് മതിയാവും, നമുക്ക് വെള്ളം നോക്കി ചെയ്യുക. എന്റെ നാട്ടിലെ അയൽവാസിയായ സുഹൃത്താണിത്. സൂപ്പർ ആയിട്ടുണ്ട് കറി. അല്പം ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ തിള വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു അല്പം പകുതിയോളം മല്ലിയില ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇറച്ചിയിലൊന്ന് പിടിച്ച് സെറ്റ് ആവും. എന്നിട്ട് അവസാനവും കൂടി ഒരു മല്ലിയില ദം ചെയ്ത് വെക്കുക. ഓക്കെ, അനുജൻ സൂപ്പർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടിപൊളി സംഭവമായി മാറിക്കഴിഞ്ഞു. കറി കണ്ടോ, ഈ മല്ലിയില എല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ. അയ്യോ, കൈ നക്കി തീർത്തുകളല്ലേ, നമുക്ക് ചിക്കൻ കറി കഴിക്കാൻ കൈ വേണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോ നമുക്കിനി ഒരല്പം തൈര് കറി ഉണ്ടാക്കാം. അതിന് ഞാൻ ചട്ടി വെച്ചു. ഒരു അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അതായത് ഏത് ഓയിലായാലും മതി നമുക്ക് തൈര് കറി ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് ചൂടായി വന്നതിന് ശേഷം ഒരല്പം കടുകിടാം. അതിനുശേഷം കടു പൊട്ടിയതിനു ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരുന്ന വറ്റൽ മുളക് ഇടുകയാണ്. വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം എല്ലാം കൂടെ ഇടിച്ച് പൊടിച്ചതാണ്, അത് ഒരല്പം ഇടാം. അതിനുശേഷം ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരല്പം കറിവേപ്പിലയും ഒരല്പം പച്ചമുളകും ഒരല്പം തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരല്പം സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. ഒരല്പം ഇതും കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്ത് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒരല്പം യെല്ലോ പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഏത് തൈരും ആവട്ടെ, ഇവിടെ നമുക്ക് ലെമൺ എന്ന് പറയും, അപ്പൊ നമ്മൾ ലൂസ് തൈരാണ്, അത് മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം ഒരല്പം പോലും ചേർക്കരുത്, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കുക, ചൂടാവുക മാത്രമേ ചെയ്യാവൂ, തിളച്ചു പോവരുത്, കറി കേടായി പോകും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഒന്ന് നോക്കണമല്ലോ. അടിപൊളി സംഭവം തന്നെ കേട്ടോ, സൂപ്പർ. ഓക്കെ, അപ്പോ നമ്മുടെ തൈര് കറി ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചിക്കൻ കറിക്ക്, ബീഫ് കറിക്ക്, മട്ടൻ കറിക്ക് ഏതിനായാലും ഒരല്പം തൈര് കറി നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് കഴിക്കാൻ പോയാലോ? വരൂ, നിങ്ങളെല്ലാവരും ഞാൻ നമ്മുടെ കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. കമ്മിങ്. കാരണം നമ്മള് ഉടച്ചു വെച്ച കപ്പയും നല്ല നാടൻ കോഴിക്കറിയും മോര് കറിയും കൂടിയാണ് ഇന്നത്തെ കോമ്പിനേഷൻ. ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത് നമ്മൾ 3 പേര് കൂടി കഴിക്കുകയാണ്. ഞാനും എൻ്റെ അനുജനും എൻ്റെ സുഹൃത്തുമാണ്. ഞങ്ങൾ 3 പേരും കഴിക്കുന്നു. ഇനി ഓരോരുത്തരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിക്കുന്നതാണ്. നമുക്ക് 3 പേർക്കും ഡ്യൂട്ടിക്ക് പോകാനുള്ളതിനാൽ നമ്മൾ മുന്നേ കഴിച്ചു പോവുകയാണ്. ഓരോരുത്തരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർ കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വക നന്ദി, നമസ്കാരം. പിന്നെ എനിക്കൊരു ചെറിയ പ്രോത്സാഹനം കൂടി തരണം, അത് മറക്കരുത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഇവിടത്തെ പ്രവാസ ലോകത്തിന്റെ ടൈം പീരീഡ് വെച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ ഒരല്പം ലേറ്റ് ആവും, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.